ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, പ്രിന്റർ, CCTV എവിടുന്ന് മേടിക്കണം, എവിടെ സർവീസ് ചെയ്യണമെന്ന സംശയത്തിലാണോ? ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ വിശ്വസിച്ച് വാങ്ങുന്നതിനും അതിലും മികച്ച സർവീസിംഗ് ഉറപ്പ് നൽകുന്ന ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഉള്ളപ്പോൾ ഇനി സംശയിക്കാൻ എന്തിരിക്കുന്നു? കൂടാതെ ലാപ്ടോപ്പ് ആക്സസറീസ്, ഡെസ്ക്ടോപ്പ് ആക്സസറീസ്, ബില്ലിംഗ് സോഫ്റ്റ്വെയർ, നെറ്റ്വർക്കിംഗ്, CCTV ഇൻസ്റ്റലേഷൻ, ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ തുടങ്ങിയ എല്ലാം ഗ്രീൻ കമ്പ്യൂട്ടേഴ്സിൽ ലഭ്യമാണ്. ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഒറ്റ നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ, നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ, നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ, നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ. ജയ് 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 BJP, ജയ് 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 BJP, ജയ് 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 BJP, ജയ് 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 BJP, ജയ് 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 ഭാരത് മാതാ, ജയ് 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 ഭാരത് മാതാ. നിങ്ങൾ ഉയർത്തിയ കാവ്യ പതാക, നിങ്ങൾ ഉയർത്തിയ കാവ്യ പതാക, നിങ്ങൾ ഉയർത്തിയ കാവ്യ പതാക. ശ്രീ TC പ്രകാശനെ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. 5 വർഷം കൂടുമ്പോൾ ഇത്തരത്തിലുള്ള ശിബിരങ്ങൾ നടന്നു വരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കേരളത്തിൽ എല്ലാ സംഘടനാ മണ്ഡലങ്ങളിലും ജൂൺ 20 മുതൽ ജൂലൈ 20 വരെയുള്ള ഇടയിലുള്ള തീയതികളിലായി ശിബിരങ്ങൾ നടന്നു വരികയാണ്. നമ്മെ സംബന്ധിച്ച് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളും നിയമസഭാ തിരഞ്ഞെടുപ്പുകളും കഴിഞ്ഞ് ഈ ഒരു ഇടവേളയിൽ വരാൻ പോകുന്ന സംഘടനാ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുക എന്ന വലിയ ദൗത്യം നമുക്കുണ്ട്. അതിന് അടിത്തട്ട് മുതൽ ബൂത്ത് തലം മുതൽ നമ്മുടെ സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ശിബിരങ്ങൾ നടന്നു വരുന്നത്. അതേപോലെ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം തന്നെ വരുന്ന ഇന്ന് 5 മണി മുതൽ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നാളെ 5 മണിക്കാണ് നമ്മൾ ഇവിടെ പിരിഞ്ഞു പോവുക. 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന 2 ദിവസങ്ങളിലായി 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ശിബിരമാണ്. ഈ ശിബിരം ആരംഭിക്കും. ശിബിരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമയനിഷ്ഠ പാലിക്കുക എന്നുള്ളതാണ്. അതും ഒരു പഠനത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ BJP പരിപാടികളെല്ലാം സമയം വൈകി തുടങ്ങുക എന്നുള്ളത് നമ്മുടെ ശീലമാണ്. ആ ശീലങ്ങളൊക്കെ മാറ്റൽ കൂടി ഈ ശിബിരത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ സമയനിഷ്ഠ വളരെ കൃത്യമാണ്. ഇത്ര സമയത്ത് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ സമയത്ത് രജിസ്റ്റർ ചെയ്യണം, ഇന്ന സമയത്ത് ഉദ്ഘാടനം, അതിന്റെ സമാപനം ഇന്ന സമയം എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കണം. അതുപോലെ 7 സെഷനിൽ ഏത് സമയത്ത് തുടങ്ങണം, ഏത് സമയത്ത് അവസാനിപ്പിക്കണം, അതിൽ കണ്ടുകിട്ടാൻ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. അതാണ് ശിബിരം. അത് ഒരു പഠനമാണ്, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് വളരെ വൈകിയാണ് ഈ ഉദ്ഘാടനം എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് സെഷനാണ് പ്രധാനം ശിബിരത്തിൽ, ഉദ്ഘാടനമല്ല. ഉദ്ഘാടനത്തിനേക്കാൾ പ്രധാനം ശിബിരത്തിൽ എന്താണ്? സെഷനാണ്. നമ്മൾ പഠിക്കാനുള്ള വന്നത്. ഉദ്ഘാടനം എന്ന് പറയുന്നത്
കുറച്ച് സമയം ഒരു രാഷ്ട്രീയം പറയുക എന്നുള്ളതാണ്. നേരിട്ട് സെഷനിലേക്ക് കടന്നാൽ ആ ശിബിരത്തിന്റെ അതിന്റെ ഒരു ശൈലി വരില്ല എന്നുള്ളത് മാത്രമാണ് ഉദ്ഘാടനം നിശ്ചയിച്ചത്. ഉദ്ഘാടനത്തിൽ വലിയൊരു പ്രസംഗമൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അതൊരു ഔപചാരികത മാത്രമാണ്. എന്തായാലും നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇനി 3 വർഷക്കാലം നമുക്ക് ഇലക്ഷനൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് സുഖമായി ഇരിക്കേണ്ട സമയമാണ് 3 വർഷം എന്നാലും ചിന്തിക്കേണ്ട എന്നാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ എനിക്ക് ആദ്യമേ സൂചിപ്പിക്കാൻ. കാരണം കേരളത്തിലെ രാഷ്ട്രീയം 3 വർഷം ഇലക്ഷൻ ഇല്ല, പക്ഷെ അടുത്ത 3 വർഷം തുടർച്ചയായിട്ട് ഇലക്ഷനുകളാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് രീതിയിൽ 3 വർഷം തുടർച്ചയായിട്ട് ഇലക്ഷൻ നടന്നാൽ പിന്നെ 3 വർഷം ഇലക്ഷൻ ഇല്ല. എന്നാണ് കേരളത്തിലെ രീതി. അപ്പൊ ഈ ഇലക്ഷൻ ഇല്ലാത്ത 3 വർഷം അത് നമുക്ക് വിശ്രമിക്കാനുള്ള സമയമല്ല, അത് വെറുതെ ഇരിക്കാനുള്ള സമയമല്ല, അത് നമ്മുടെ സംഘടനയെ ശക്തിപ്പെടുത്താനുള്ള സമയമാണ്. അങ്ങനെ 3 വർഷം കൊണ്ട് നമ്മുടെ സംഘടനയെ നമുക്ക് ശക്തിപ്പെടുത്താൻ സാധിച്ചാൽ, ഒരു കേഡർ പാർട്ടിയായി ബിജെപിയെ മാറ്റാൻ നമുക്ക് സാധിച്ചാൽ, അടുത്ത 3 വർഷം നടക്കുന്ന 3 തെരഞ്ഞെടുപ്പുകൾ നമുക്ക് ജയിക്കാൻ സാധിക്കും. അതല്ലാതെ 3 വർഷം നമ്മൾ വിശ്രമിക്കാൻ തീരുമാനിച്ചാൽ, അലസരായിട്ട് ഇരിക്കാൻ തീരുമാനിച്ചാൽ ഓരോ തെരഞ്ഞെടുപ്പിലും കുട്ടിപ്പാളീസാണ്. അപ്പൊ അതുകൊണ്ട് ഇത് വെറുതെ ഇരിക്കാനുള്ള സമയം. ഈ 3 വർഷം നമ്മളെ സംബന്ധിച്ച് കഠിനമായി പണിയെടുക്കേണ്ട, പരിശ്രമിക്കേണ്ട സമയമാണ്. അതിന്റെ തുടക്കമാണ് ഈ ശിബിരം എന്ന് പറയുന്നത്. കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, ബിവോക് മെഡിക്കൽ ആപ്പ്, നഴ്സിംഗ് ഡിപ്ലോമ, പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച ആശുപത്രികളിലും ഫാർമസികളിലും പരിശീലനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രത്യേകാനുകൂല്യങ്ങൾ. കൂടാതെ ഓൺലൈൻ ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. 9800 വനിതകൾക്ക് ജോലി നേടിക്കൊടുത്ത വടക്കാഞ്ചേരിയിലെ 28 വർഷത്തെ പാരമ്പര്യമുള്ള അംഗീകൃത സ്ഥാപനം. +2 തോറ്റവർക്കും ജയിച്ചവർക്കും പ്രവേശനം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ